അലമീൻ, ഇപ്പോൾ ഈ അന്വേഷണ സംഘത്തിന്റെ ഒരു നീക്കം എങ്ങനെയാണ്? പുതിയ കൊച്ചിയിൽ സിദ്ദീഖ് ഉണ്ടാകാൻ സാധ്യതയുള്ള ഇടങ്ങളിലൊക്കെ തന്നെ ഒരു നിരീക്ഷണം നടത്തി പോയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് അവിടങ്ങളിൽ വിശദമായൊരു പരിശോധനയിലേക്ക് അന്വേഷണ സംഘം കടന്നിട്ടില്ല. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പടമുകളിലുള്ള വീട്ടിൽ ഉൾപ്പെടെ ഈ പരിസരത്തുകൂടി പോലീസ് കടന്നു പോയെന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ വീട്ടിലേക്ക് വന്നുള്ള പരിശോധനയോ അങ്ങനെയൊന്നും പോലീസ് നടത്തിയിട്ടില്ല. സ്വാഭാവികമായും മറ്റേതെങ്കിലും ഇവിടെ നിന്ന് മാറി എന്നുള്ള ഒരു നിഗമനം സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ഉൾപ്പെടെ അവരുടെ പക്കലുണ്ടാകും. സ്വാഭാവികമായും ടവർ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയും അവർ നടത്തുന്നുണ്ടാകും. പക്ഷേ മൊബൈൽ ഫോൺ ഓഫ് ആയതുകൊണ്ട് തന്നെ കൃത്യമായി എവിടെ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. നേരത്തെ റീനു സൂചിപ്പിച്ചതുപോലെ ലാസ്റ്റ് ടവർ ലൊക്കേഷൻ എവിടെയാണ് എന്നുള്ളത് ഇതിനോടകം അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ടാകും. പക്ഷേ അതിനുശേഷവും ഒരുപാട് ദൂരം സഞ്ചരിക്കാനോ അല്ലെങ്കിൽ അവിടെ നിന്ന് മാറിപ്പോകാനോ ഒക്കെയുള്ള സാധ്യത അന്വേഷണ സംഘം മുന്നിൽ കാണുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കൃത്യമായി എവിടെ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോഴും സിദ്ദീഖ് സാധാരണ പോകാറുള്ള സ്ഥലങ്ങൾ, പോകാനിടയുള്ള സ്ഥലങ്ങൾ, അവിടങ്ങളിലൊക്കെ ഒരു നിരീക്ഷണവും ഷാഡോ പോലീസിൻ്റെയൊക്കെ ഒരു നിരീക്ഷണവും അവരുടെ സാന്നിധ്യവും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. പക്ഷേ അപ്പോഴും ഈ പറഞ്ഞതുപോലെ വളഞ്ഞിട്ട് ട്രേസ് ചെയ്ത് സിനിമയിൽ കാണുന്നത് പോലെയൊക്കെ അറസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യമൊന്നും ഇവിടെ ഇല്ല എന്നുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. സിദ്ദീഖിൻ്റെ നോട്ടീസ് നൽകി വിളിപ്പിച്ചാൽ തന്നെ വന്നേക്കാം, അല്ലെങ്കിൽ വന്ന് ചോദ്യം ചെയ്യാൻ അങ്ങനെ വിളിപ്പിച്ച് വേണമെങ്കിൽ അറസ്റ്റ് നടപടിയിലേക്ക് പോയാൽ പോലും മതിയാകും. പക്ഷേ സിദ്ദീഖ് ഇപ്പോൾ മാറി നിൽക്കുന്നത് അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൃത്യമായൊരു പ്ലാനിങ്ങിൻ്റെ ഭാഗമായുള്ള ഒരു ഒളിവിൽ പോക്കാണോ, ഇനി അതല്ല ഈ ഒരു മറ്റേതെങ്കിലും സാഹചര്യം പരിഗണിച്ചുകൊണ്ട് മാറി നിൽക്കുന്നതാണോ എന്നുള്ള ഒരു ചോദ്യചിഹ്നമാണ്. കാരണം ഞാൻ മാറി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത് മുളവായി വിശേഷിപ്പിക്കാം. പക്ഷേ പോലീസ് നോട്ടീസ് സെർവ് ചെയ്താൽ ബന്ധുക്കൾക്കോ വേണ്ടപ്പെട്ടവർക്കോ മകനോ ഒക്കെ അഭിഭാഷകർക്കോ ഒക്കെ നോട്ടീസ് നൽകിക്കഴിഞ്ഞാൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചാൽ എത്താൻ പറ്റുന്ന രീതിയിൽ അങ്ങനെ മാറി നിൽക്കുന്നതാണോ, ഇനി അതല്ല ഒരു തരത്തിലും പിടിതരില്ല എന്ന വിധത്തിൽ ഒരു ബോധപൂർവ്വം ഒളിവിൽ പോയിരിക്കുന്നതാണോ എന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത ഇനിയും വരേണ്ടതുണ്ട് സുജയ. പക്ഷേ ഏതായിരുന്നാലും പോലീസ് സംഘത്തിന് ഇപ്പോഴും ട്രേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അന്വേഷണ സംഘത്തിന് ഇപ്പോഴും ട്രേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല സിദ്ദീഖ് എവിടെയാണ് ഉള്ളത് എന്നുള്ളത്. അത് കൊച്ചിയിൽ തന്നെ ഉണ്ട് എന്നൊരു അനുമാനം നടത്തുമ്പോഴും അങ്ങനെ ഒരു നിഗമനം എന്ന് അറിയില്ല. എന്തായാലും ഇപ്പോൾ സിദ്ദീഖിന് അഭിഭാഷകനെ കണ്ട് അടുത്ത നീക്കം നടത്തേണ്ടതുണ്ട്. അത് സുപ്രീം കോടതിയിൽ ജാമ്യ ഹർജിയുമായി പോവുക എന്നതാണ്. അതിന് ഒരുപക്ഷെ അടുത്ത ദിവസമായിരിക്കാം സാധിക്കുക. അതിനായുള്ള മുന്നൊരുക്കങ്ങൾ ഇതിനകം തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടോ? ഒരുപക്ഷെ ഈ ജാമ്യ ഹർജിയിൽ മുൻകൂർ ജാമ്യം കിട്ടില്ല ഹൈക്കോടതിയിൽ നിന്ന് എന്ന് കണ്ടുകൊണ്ട് ഒരു അടുത്ത നീക്കം അത് നേരത്തെ തന്നെ തുടങ്ങി വെച്ചിട്ടുണ്ടോ സിദ്ദീഖ്? അത് നേരത്തെ തന്നെ ചെയ്തു വെച്ചിരുന്നതാണോ? കാരണം കഴിഞ്ഞ ദിവസം വരെ നമ്മൾ കണ്ടതാണ് കവിയൂർ പൊന്നമ്മയുടെ വിലാപ യാത്രാവേളയിൽ അവിടെ കളമശ്ശേരിയിൽ പൊതുദർശനത്തിന് മൃതദേഹം എത്തിച്ചപ്പോൾ അവിടെയൊക്കെ സജീവമായി തന്നെ ഉണ്ടായിരുന്നു സിദ്ദീഖ്. ഇന്നലെ വരെ അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടായിരുന്നു എന്നുള്ളതാണ് സൈഫുനിസ രാവിലെ റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ജാമ്യ ഹർജിയിൽ വിധി മറ്റൊന്നാണെങ്കിൽ അതിനായുള്ള ഒരു മറുനീക്കം കൂടി നേരത്തെ തന്നെ തീരുമാനിച്ചു വെച്ചിരുന്നു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ. അത് അന്വേഷണ സംഘത്തിന് ബോധ്യമുള്ള ഒരു കാര്യം പോലെയല്ലേ തോന്നുന്നത്? ഇപ്പോൾ പൊടുന്നനെ ഒരു അറസ്റ്റിലേക്ക് പോകാൻ അവരും ഉദ്ദേശിക്കുന്നില്ല എന്നും കരുതാമല്ലോ അല്ലമേ? അക്കാര്യത്തിലൊരു സംശയം ഉണ്ടാവില്ല സുജയ. കാരണം ഈ കേസ് കോടതിയിൽ വരുമ്പോൾ എന്തൊക്കെയാണ് പ്രോസിക്യൂഷൻ തങ്ങൾക്കെതിരെ കോടതിയിൽ സമർപ്പിക്കുന്നത് എന്നുള്ളത് ഇവർക്കും അറിയാൻ പറ്റില്ല. അഭിഭാഷകൻ മുഖേന മറ്റുള്ള സൂചനകൾ എന്തായിരുന്നാലും ലഭിക്കും. സ്വാഭാവികമായും അതെന്തൊക്കെ തെളിവുകളാണ് എന്നിവർക്ക് അനുമാനിക്കാനാകും, ഊഹിക്കാനാകും, അതൊക്കെ വ്യക്തമാവുകയും ചെയ്യും. അതിനെയൊക്കെ എങ്ങനെ പ്രതിരോധിക്കാനാകും, എത്രത്തോളം മറികടക്കാനാകും എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ ഏറെ പ്രധാനമാണ്. അത് സ്വാഭാവികമായും പ്രതിഭാഗം എന്ന നിലയിൽ സിദ്ദീഖിൻ്റെ അഭിഭാഷകൻ മനസ്സിലാക്കിയിരിക്കാൻ തന്നെയാണ് സാധ്യത. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പക്ഷേ ആ തെളിവുകളെ മറികടക്കാനോ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് സാധ്യതകൾ ചൂണ്ടിക്കാണിക്കാനോ സാധിക്കില്ല എന്നൊരു ബോധ്യം വന്നപ്പോൾ, അല്ലെങ്കിൽ ഒരു തിരിച്ചടി എങ്ങാനുമുണ്ടായാലോ, അങ്ങനെ ഉണ്ടായാൽ ഇനി എന്ത് എന്നൊരു ചോദ്യത്തിന് ഒരു മറുപടിയും ഒരു ആക്ഷൻ പ്ലാനും അവർ തയ്യാറാക്കിയിരുന്നിട്ടുണ്ടാകണം. പക്ഷേ അങ്ങനെയാണെങ്കിൽ, അങ്ങനെ നേരത്തെ എല്ലാം തയ്യാറാക്കിയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ വിധി വന്നതിന് പിന്നാലെ തന്നെ സുപ്രീം കോടതിയിലേക്ക് പോകേണ്ടതായിരുന്നു. പക്ഷേ വിധി വന്നു, ആ വിധി പകർപ്പ് കിട്ടേണ്ടതുണ്ട്. അതിലെന്തൊക്കെയാണ് തങ്ങൾക്കെതിരായി സുപ്രീം കോടതിയുടെ നിരീക്ഷണം എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൂടി മനസ്സിലാക്കിയിട്ട് അതിനെക്കൂടി മറികടക്കുന്ന വാദങ്ങളായിരിക്കണം സുപ്രീം കോടതിയിൽ ഉന്നയിക്കേണ്ടത്. അപ്പോൾ അതിനുള്ള ഒരു തയ്യാറെടുപ്പുകൾ, ഒരുക്കങ്ങൾ ഏതായിരുന്നാലും വേണം. അത് നിയമപരമായിട്ടുള്ള തയ്യാറെടുപ്പുകളും ഒരുക്കങ്ങളുമാണ്. സ്വാഭാവികമായും അത് അതിൻ്റെ വഴിക്ക് നടക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത്. അതിനപ്പുറത്തേക്ക് നേരത്തെ ഞാൻ മനസ്സിലാക്കുന്നതും അല്ലെങ്കിൽ ലഭിക്കുന്നൊരു വിവരം ഈ പറഞ്ഞതുപോലെ എങ്ങാനും തിരിച്ചടി ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്നൊരു അറസ്റ്റ്, ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്നു, ഉടൻ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷണ സംഘം തള്ളിക്കയറി വന്ന് ബലപ്രയോഗത്തിലൂടെ സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. അങ്ങനെ ഒരു സാഹചര്യം ഏതായിരുന്നാലും സിദ്ദീഖോ അഭിഭാഷകരോ മുന്നിൽ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യവുമില്ല എന്നുള്ളതാണ് വസ്തുത. സ്വാഭാവികമായും ഒരു നോട്ടീസ് നൽകി, ദിലീപിൻ്റെ കേസിലേക്ക് നമ്മൾ കണ്ടതാണ്, നോട്ടീസ് നൽകി വിളിക്കുന്നു, പലതവണ ചോദ്യം ചെയ്യുന്നു, അതിനൊടുവിൽ അറസ്റ്റ് ചെയ്യുന്നു. സ്വാഭാവികമായും മുംബൈ വിൻസെൻ്റ് MLA സമാനമായ ഒരു ആരോപണം നേരിട്ടപ്പോഴും നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു, ചോദ്യം ചെയ്യുന്നു, എന്നിട്ട് അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. സ്വാഭാവികമായും സിദ്ദീഖിൻ്റെ കാര്യത്തിലും അതേ നില സ്വീകരിച്ചാൽ മതി. അത് സിദ്ദീഖിനറിയാം, സിദ്ദീഖിൻ്റെ
സിദ്ദീഖിന്റെ അഭിഭാഷകർക്കാണ്. അതുകൊണ്ട് ഒരു ഒളിവിലേക്ക് പോയി അങ്ങനെ പാതാളത്തിലേക്ക് പോയി ഒളിച്ചിരിക്കേണ്ട ഒരു സാഹചര്യം ഏതായിരുന്നാലും സിദ്ദീഖിന് ഇല്ല എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ അങ്ങനെ ഒരു തിരിച്ചടി വന്നാലും ഒരു മുൻകരുതൽ എന്ന രീതിയിൽ ഒരു പക്ഷേ ഒന്ന് മാറിയിരുന്നിട്ടുണ്ടാകാം. പക്ഷേ അതിനിടയ്ക്ക് ഈ വാർത്തകൾ വരുന്നതും ഈ കോലാഹലങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതും അന്വേഷണ സംഘം അത് വലിയ രീതിയിൽ വലവിരിക്കുന്നു എന്നുള്ളതൊക്കെ വരുമ്പോൾ എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള പ്രതീതി സ്വാഭാവികമായും കഴിഞ്ഞ കുറേ മണിക്കൂറുകളിലായിട്ട് ഉണ്ട്. ആ ഒരു പശ്ചാത്തലം കൂടി വരുമ്പോൾ സ്വാഭാവികമായും ഒന്ന് മാറി നിൽക്കേണ്ടി വരും. കാരണം ജയിലിലേക്ക് പോയി കഴിഞ്ഞാൽ, റിമാൻഡിലായി കഴിഞ്ഞാൽ അതുണ്ടാകുന്ന ആഘാതവും അപകടവും ഒക്കെ ചെറുതല്ല. സ്വാഭാവികമായും സുപ്രീം കോടതിയിലേക്ക് പോകാൻ ഒരു ഓപ്ഷനും ഉണ്ട്, ഒരു അവകാശവുമുണ്ട്. അതിനുള്ളൊരു അവസരവും സാഹചര്യവും ഒക്കെ ഉള്ളപ്പോൾ അതുകൂടി പരിശോധിച്ചിട്ട് മതി, അല്ലെങ്കിൽ ആ സാധ്യത കൂടി നോക്കിയതിന് ശേഷം മതി. കീഴടണമെങ്കിൽ അങ്ങനെ, ഇനി അതല്ല പിടികൊടുക്കണമെങ്കിൽ അങ്ങനെ, ഇനി അതല്ല നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചാൽ അതിന് ഹാജരാകണമെങ്കിൽ അങ്ങനെ, എല്ലാ ഓപ്ഷൻസും കഴിഞ്ഞതിന് ശേഷം മതി ഇതിലേക്ക് പോവുക എന്നുള്ളത് സ്വാഭാവികമായും ഞാനായാലും സുജയായാലും ആരായാലും അത്തരമൊരു മാർഗ്ഗമായിരിക്കും അവലംബിക്കുക. സിദ്ദീഖിന്റെ കാര്യത്തിലും അത് തന്നെയാണ് നമ്മൾ അനുമാനിക്കുന്നത്. പക്ഷേ ഏതായിരുന്നാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അങ്ങനെ ഒരു പിടികൊടുക്കാനില്ല, പിടിക്കാൻ വന്നാലും പിടിക്കാൻ പറ്റില്ല എന്ന രീതിയിൽ സിദ്ദീഖ് ഒളിവിലേക്ക് പോയതാണോ, ഇനി അതല്ല ഒരു മറ്റ് തയ്യാറെടുപ്പുകൾക്ക് വേണ്ടി ഒന്ന് മാറി നിന്നതാണോ? ആ മാറി നിൽക്കൽ ഇപ്പോഴത്തെ പശ്ചാത്തലവും ഈ വാർത്തകളും അന്വേഷണ സംഘത്തിൻ്റെ നീക്കവും എല്ലാം വരുമ്പോൾ അതൊരു ഒളിവിലേക്ക് പോക്കലായി മാറുന്നു എന്നൊക്കെ കാര്യങ്ങളിൽ ഇപ്പോഴും ഒരു അനിശ്ചിതത്വം തുടരുന്നുണ്ട്. ഏതായിരുന്നാലും സിദ്ദീഖ് സാധാരണ ഉള്ള വീടുകളിൽ അദ്ദേഹം ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത്. അദ്ദേഹം സാധാരണ തങ്ങാറുള്ള ഇടങ്ങളിലില്ല, അദ്ദേഹത്തിന് മറ്റു ഷൂട്ടിങ്ങോ ലൊക്കേഷനുകളിലോ അദ്ദേഹമില്ല, കൊച്ചി വിട്ട് പുറത്തേക്ക് പോയിട്ടില്ല എന്ന് അന്വേഷണ സംഘം വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. പിന്നെ എവിടെയെന്നുള്ള ചോദ്യത്തിന് അന്വേഷണ സംഘത്തിനും മറുപടിയില്ല. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പക്ഷേ സുപ്രീം കോടതിയിലേക്ക് കൂടി ഈ കേസ് നാളെ തന്നെ പോകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല നിലവിലെ പശ്ചാത്തലത്തിൽ. ഇനി അതിനോടൊപ്പം തന്നെ അതിനപ്പുറത്തേക്ക് നാളെ തന്നെ പോകുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഹൈക്കോടതിയിൽ ഉന്നയിച്ച വാദങ്ങൾക്കപ്പുറത്തേക്ക് ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങളെ മറികടക്കുന്ന തരത്തിലേക്ക് മേൽക്കോടതി സമീപിക്കുമ്പോൾ എന്തൊക്കെ തെളിവുകൾ ഹാജരാക്കണം, എന്തൊക്കെ വാദങ്ങൾ അവിടെ ഉയർത്തണം, അവിടെ ഒരു തിരിച്ചടി ഉണ്ടാകാതെ എന്തൊക്കെ കരുതൽ സ്വീകരിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ സ്വാഭാവികമായും തയ്യാറെടുപ്പുകൾ അനിവാര്യമാണ്. അത് അഭിഭാഷക സംഘത്തിന് ആ തയ്യാറെടുപ്പുകൾ അനിവാര്യമാണ്. ആ തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കിയതിനു ശേഷം നാളെ എന്നുള്ളത് കുറച്ചുകൂടി അങ്ങോട്ട് മാറ്റിവെക്കുമോ, ഇനി അതല്ല നാളെ തന്നെ പോകുമോ എന്നതൊക്കെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് സുജ. ഏതായിരുന്നാലും നിയമത്തിന്റെ വഴി തന്നെ മുന്നോട്ട് പോകാൻ സിദ്ദീഖ് ആദ്യഘട്ടത്തിൽ തന്നെ തീരുമാനിച്ചതാണ്. ആരോപണം ഉയർന്നപ്പോൾ തന്നെ വഹിച്ചിരുന്ന സുപ്രധാന പദവിയിൽ നിന്ന് ആരും നിർബന്ധിക്കാതെ സിദ്ദീഖ് ഒഴിഞ്ഞു മാറുന്നു എന്ന് മാത്രമല്ല, ആരോപണം തെറ്റാണ് എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പ്രതികരിക്കുന്നില്ല. അതിനപ്പുറത്തേക്ക് DGPക്ക് പരാതി നൽകിക്കൊണ്ട് ആരോപണത്തിന്റെ പിന്നിലുള്ള താല്പര്യം പരിശോധിക്കണമെന്ന് പറയുന്നു. പലതവണ പല ആരോപണങ്ങളും ചേർന്നത്. സിദ്ദീഖിന്റെ അടുത്ത നീക്കം എന്താണ് എന്നതാണ് അറിയേണ്ടത്. അത് സുപ്രീം കോടതിയിലേക്കുള്ള നീക്കമാണ് എന്നത് ഏറെക്കുറെ വ്യക്തമാകുന്നു. ഇന്ന് അങ്ങനെയാണെങ്കിൽ അറസ്റ്റിലേക്ക് പോകാനുള്ള സാധ്യതയും മങ്ങുകയാണോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അറസ്റ്റിന് SITക്ക് മുന്നിൽ തടസ്സമില്ല, പക്ഷേ സുപ്രീം കോടതിയെ കൂടി സിദ്ദീഖ് സമീപിക്കട്ടെ എന്ന് പറഞ്ഞ് കാത്തു നിൽക്കുകയാണോ SIT? നോക്കാം.